വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിശ്വ ടീച്ചിങ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് പി വി റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1 lakh. എന്നിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് 10 ലക്ഷമാണ്, വേരിയബിൾ കോസ്റ്റ് 5 ലക്ഷം, ഫിക്സഡ് കോസ്റ്റ് 3 lakhs. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ഒരു 5 കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ നമുക്കൊരു 3 കാര്യങ്ങൾ, അതായത് സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഈ ഒരു 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. നോക്കിക്കേ, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കിയേ, ഇവിടെ സെയിൽസ് എത്ര എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 10 lakhs ആണ് അല്ലേ? അപ്പോൾ സെയിൽസ് 10 lakhs. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് 5 lakhs. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 5 lakhs ആണ് അല്ലേ? അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 lakhs കിട്ടും അല്ലേ? ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഇപ്പം തന്നെ പഠിച്ചു പോയിക്കേ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത് എന്താണ് തന്നിരിക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ? ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 3 lakhs ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 3 ലക്ഷം നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. 2 lakhs നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള ആൻസർ ആയിട്ടുള്ള 2 lakhs എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഇതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത്രയും ക്ലിയർ ആണോ നോക്കിക്കേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറച്ചു. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. നോക്കിക്കേ, ഇത് ക്ലിയർ ആണോ എന്ന്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മളോട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? പി വി റേഷ്യോ ആണ് അല്ലേ? പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പി വി റേഷ്യോ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നോക്കിയേ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആവശ്യമൊന്നുമില്ല. നോക്കിയേ, കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? 5 lakhs ആണ് അല്ലേ? അപ്പോൾ ആ 5 lakhs ഡിവൈഡ് ബൈ സെയിൽസ് എത്രയാണ്? 10 lakhs ആണ്. ഡിവൈഡ് ബൈ 10 lakhs ഇൻറ്റു 100. നോക്കിയേ, എത്ര കിട്ടും നോക്കിക്കേ? 5 lakhs ഡിവൈഡ് ബൈ 10 lakhs ഇൻറ്റു 100 എത്ര കിട്ടുന്നു? 50% അല്ലേ? 50% നമുക്ക് കിട്ടുകയാണ്. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പി വി റേഷ്യോ എന്ന് പറയുന്നത്, 50%. അപ്പോൾ പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ വേഗം പറഞ്ഞേ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇപ്പം തന്നെ പഠിച്ചു പോയിക്കേ. ഇനി രണ്ടാമത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് അല്ലേ? ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ്. ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് 3 lakhs ആണ് അല്ലേ? അപ്പോൾ 3 lakhs ഡിവൈഡ് ബൈ 50% ആണ് പി വി റേഷ്യോ. നമ്മളിപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 50%, നിങ്ങൾക്ക് വേണമെങ്കിൽ 50%, അതായത് 50/100 എടുക്കാം അല്ലേ? നോക്കിയേ, 50% എന്ന് പറയുമ്പോൾ 50 ഡിവൈഡ് ബൈ 100 എടുക്കാം. അപ്പോൾ 0.5 കൊണ്ട് നിങ്ങൾക്ക് 3 lakhs ഡിവൈഡ് ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 50/100 ആണല്ലോ 50% എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ആ 100 ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് ഡിനോമിനേറ്ററിൽ 50 ഇടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നോക്കിയേ, 3 lakhs ഇൻറ്റു 100 ഡിവൈഡ് ബൈ 50 എത്ര കിട്ടും? 6 lakhs കിട്ടും. 6 lakhs കേട്ടോ? മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇതിപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3 lakhs
ഡിവൈഡ് ബൈ 50% അല്ലേ, 50% വെച്ചാൽ 0.5 അല്ലേ, ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 6 lakhs തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ PV റേഷ്യോ ആണ്. അങ്ങനെ നമുക്ക് 6 ലക്ഷം കിട്ടിയിരിക്കുകയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ. ഇനി മൂന്നാമത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ചാൽ മതി. ആക്ച്വൽ സെയിൽസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ചാൽ മതി. നോക്കിയേ, അങ്ങനെയെങ്കിൽ നമ്മുടെ ആക്ച്വൽ സെയിൽസ് എത്രയാണ്? നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എത്രയാണ്? 10 ലക്ഷമാണ് അല്ലേ. അതേപോലെ തന്നെ ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മളിപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 6 lakhs ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് അല്ലേ. ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 10 lakhs ആണ്. അത് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണ്? 6 lakhs ആണ്. അപ്പോൾ എത്ര കിട്ടുന്നു? 4 lakhs അല്ലേ. 10 lakhsൽ നിന്ന് 6 lakhs കുറച്ച് എത്ര കിട്ടും? 4 lakhs. ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ അതായത് പെർസെൻറ്റേജ് ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു 100 ഡിവൈഡ് ബൈ ആക്ച്വൽ സെയിൽസ് ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു 100 ഡിവൈഡ് ബൈ ആക്ച്വൽ സെയിൽസ്. നോക്കിയേ, മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4 lakhs അല്ലേ. അപ്പോൾ 4 lakhs ഇൻറ്റു 100 ഡിവൈഡ് ബൈ ആക്ച്വൽ സെയിൽസ് എത്രയാണ്? ആക്ച്വൽ സെയിൽസ് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? 10 lakhs ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 10 lakhs. 10 lakhs നോക്കിക്കേ, 4 lakhs ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 lakhs എത്ര കിട്ടുന്നു? 40 അല്ലേ. 40% അല്ലെ, 40%. ഇത്രയും ക്ലിയർ ആണോ? മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ ഇസിക്കൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു 100 ഡിവൈഡ് ബൈ ആക്ച്വൽ സെയിൽസ്. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് എന്താണ്? സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1 lakh. അതായത് റിക്വയർഡ് സെയിൽസ് വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. റിക്വയർഡ് സെയിൽസ് വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നോക്കി, എന്താണ് ഇക്വേഷൻ? ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് എക്സ്പെൻസ് എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? നോക്കിയേ, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 3 lakhs ആണ് അല്ലേ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 lakhs ആണ്. സോ 3 lakhs പ്ലസ് നോക്കിയേ 3 lakhs പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് എത്രയാണ്? എത്ര പ്രോഫിറ്റ് ആണ്? 1 lakh ആണ് അല്ലേ. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ PV റേഷ്യോ എത്രയാണ്? 50% അല്ലേ. 50% ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇൻറ്റു 100 കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ, 3 lakhs പ്ലസ് 1 lakhs എത്രയാണ്? 4 lakhs ആണ് അല്ലേ. അപ്പോൾ 4 lakhs ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 എത്ര കിട്ടുന്നു? 8 lakhs അല്ലേ. എത്രയാണ്? 8 lakhs ആണ്. ക്ലിയർ ആണോ? 8 lakhs കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്നുള്ളത്. നോക്കിക്കേ, ബ്രേക്ക് ഈവൻ ചാർട്ട് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത് അല്ലേ. ദിസ് ചാർട്ട് ഷോസ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ്, വോളിയം ഓഫ് സെയിൽസ്, കോസ്റ്റ്, പ്രോഫിറ്റ്, സെയിൽസ് വോളിയം ഇവ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ചാർട്ടാണ് ഇതെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. It reveals the break-even point, margin of safety, angle of incidence, profit or loss at various level of production. അതായത് വിവിധ ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ ബ്രേക്ക് ഈവൻ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇത് റിവീൽ ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്? മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഈ ഒരു ചാർട്ട് എന്ത് കാണിക്കുന്നു? പ്രോഫിറ്റ്, സെയിൽസ് വോളിയം, കോസ്റ്റ് ഇവ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് കാണിക്കുന്നു. നോക്കി, പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ ബ്രേക്ക് ഈവൻ ചാർട്ട് ഷോയിങ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, യു ആർ ഗിവൻ ദ ഫോളോയിങ് ഡേറ്റ
ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 1 lakh യൂണിറ്റ്സ്, ഫിക്സഡ് എക്സ്പെൻസസ് 2 lakhs, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 6, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10. ഡ്രോ എ ബ്രേക്ക് ഈവൻ ചാർട്ട് ഷോയിങ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. നോക്കിക്കേ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് അഥവാ ഫിക്സഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും നമുക്ക് പെർ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണിച്ചുകൊണ്ട് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് വേഗം ഒന്ന് പറഞ്ഞേ. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ഫിക്സഡ് എക്സ്പെൻസസ് അല്ലെ, ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ എ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസസ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 2 lakhs ആണ്. പക്ഷെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട് അല്ലേ. സെയിൽസ് ഇവിടെ എത്രയാണ്? പെർ യൂണിറ്റിലാണ്. സെയിൽസ് എത്രയാണ്? 10 ആണ് അല്ലേ. അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് 6 ആണ്. അപ്പോൾ 10 - 6 എത്ര കിട്ടുന്നു? 4 അല്ലേ. ഇനി നോക്കിയാൽ ഫിക്സഡ് എക്സ്പെൻസസ് എത്രയാണ്? ഫിക്സഡ് എക്സ്പെൻസസ് എത്രയാണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്? 2 lakhs ആണ്. സോ 2 lakhs ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ 2 lakhs ഡിവൈഡ് ബൈ 4 എത്ര കിട്ടുന്നു നോക്കിക്കേ. 2 lakhs ഡിവൈഡ് ബൈ 4 എത്ര കിട്ടുന്നു? 50,000 അല്ലേ. 50,000 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 50,000 ആണ്, 50,000 ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടേബിൾ വരയ്ക്കാനാണ്. നമുക്ക് മെയിൻലി 5 കോളംസ് ആണ് വേണ്ടത്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് വേണം, വേരിയബിൾ കോസ്റ്റ് വേണം, ഫിക്സഡ് കോസ്റ്റ് വേണം, ശേഷം ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ടോട്ടൽ സെയിൽസ് എന്നിങ്ങനെ 5 കോളംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh യൂണിറ്റ്സ് ആണ് അല്ലേ. 1 ലക്ഷം യൂണിറ്റ്സ് ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കിക്കേ, നമ്മുടെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നതിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും? 0-യിലായിരിക്കും അല്ലേ. ഔട്ട്പുട്ട് 0 ആകുമ്പോൾ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് നമുക്കുണ്ടോ? ഇല്ല. വേരിയബിൾ കോസ്റ്റ് അപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതെപ്പോഴും 2 lakhs തന്നെയായിരിക്കും. ഫിക്സഡ് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യത്തില്ല അല്ലേ. അപ്പം നമ്മുടെ ടോട്ടൽ കോസ്റ്റും എന്ത് തന്നെയായിരിക്കും? 2 lakhs തന്നെയായിരിക്കും. ടോട്ടൽ സെയിൽസ് 0 ആയിരിക്കും. ഇനി നോക്കിക്കേ, നമ്മൾ ആ ഒരു 1 lakh ആണ് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 10 യൂണിറ്റുകളാക്കുകയാണ്. ഇനി നോക്കിക്കേ, അപ്പോൾ 10,000, 20,000, 30,000, 40,000, 50,000 അങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് 1 lakh വരെ എഴുതുകയാണ്. ഇനി നോക്കിക്കേ, ഔട്ട്പുട്ട് 10 lakh ആണ് എങ്കിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 അല്ലേ വേരിയബിൾ കോസ്റ്റ്. സോ നോക്കിക്കേ, നമ്മുടെ യൂണിറ്റ് എത്രയാണ്? ഔട്ട്പുട്ട് എത്രയാണ്? 10,000 ആണ്. അപ്പോൾ 10,000 × 6 ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഔട്ട്പുട്ട് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഇത് കിട്ടും. അപ്പോൾ 10,000 × 6 എത്രയാണ്? 60,000 ആണ്. അടുത്ത് നോക്കിക്കേ, 20,000 ആണ്. 20,000 × 6 എത്രയാണ്? 1,20,000 ആണ്. ഇത് ക്ലിയർ ആണോ? അടുത്ത് നോക്കിയാൽ 30,000 ആണ്. 30,000 × 6 എത്രയാണ്? 1,80,000 ആണ്. അടുത്തതോ 40,000 × 6 എത്രയാണ്? 2,40,000 ആണ്. 50,000 × 6 എത്രയാണ്? 3 lakh ആണ്. ക്ലിയർ ആണോ? എന്തോ ചെയ്തത്? നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ആ 6 × നമ്മുടെ യൂണിറ്റ് എത്രയാണ്? 10,000 യൂണിറ്റ് ആണ് ആദ്യം. അപ്പോൾ 10,000 × 6 എത്ര കിട്ടി? 60,000 കിട്ടി. ഇനി അടുത്തത് 20,000 ആണ്. അപ്പോൾ 20,000 × 6 എത്രയാണ്? 1,20,000. അങ്ങനെയാണ് ഈ ഒരു വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഫിക്സഡ് കോസ്റ്റിലേക്ക് വരാം. ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്ന്, 2 ലക്ഷമാണെന്ന്. സോ അത് ചേഞ്ച് ചെയ്യുമോ? ഇല്ല. എല്ലായിടത്തും 2 lakhs തന്നെയായിരിക്കും. ഇനി അടുത്തത് ടോട്ടൽ കോസ്റ്റ് ആണ്. ആദ്യത്തേത് നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ 0-യും 2 lakhs ആണ്. പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 lakhs തന്നെയാണ്. പിന്നെയോ 6,000-ഉം 2 lakhs-ഉമാണ്. 6,000-ഉം 2 lakhs-ഉം എത്ര കിട്ടി? 2,60,000. നെക്സ്റ്റോ 1,20,000-ഉം 2 lakhs-ഉമാണ്. 1,20,000 2 ലക്ഷം കൂട്ടിയാൽ 3,20,000. അടുത്തതോ 1,80,000-ഉം 2 lakhs-ഉമാണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3,80,000.
നെക്സ്റ്റ് 2,40,000 ആണ്. 2,40,000 പ്ലസ് 2 ലാക്ക് എത്രയാണ്? 4,40,000. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കോളവും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4ാമത്തെ കോളം കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? ഇനി ടോട്ടൽ സെയിൽസ് എങ്ങനെ കണ്ടുപിടിച്ചത്? ടോട്ടൽ സെയിൽസ് എത്ര യൂണിറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കേ, എത്ര യൂണിറ്റ് എന്നാണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 10 അല്ലേ? അപ്പം നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ യൂണിറ്റ്സ് എത്രയാണ്? നമ്മുടെ യൂണിറ്റ്സ് 10,000, 20,000, 30,000 ഇങ്ങനെയല്ലേ പോകുന്നത്? ഈ യൂണിറ്റ് ഇൻറ്റു 10 ചെയ്താൽ മതി. 10,000 ഇൻറ്റു 10 എത്ര കിട്ടുന്നു? 1 ലാക്ക് കിട്ടുന്നു. അടുത്തതോ 20,000 ഇൻറ്റു 10 എത്രയാണ്? 2 ലാക്ക് ആണ്. 30,000 ഇൻറ്റു 10 എത്രയാണ്? 4 ലാക്ക് ആണ്. ഈ 10 വന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടോ? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10 ആണെന്ന്. സോ ഇൻറ്റു 10 ചെയ്താൽ മതി. ഏത് ഇൻറ്റു 10? നമ്മുടെ ഈ ഔട്ട്പുട്ട്സ് ഇൻറ്റു 10 ചെയ്താൽ നമുക്കിത് കിട്ടും. ക്ലിയർ ആണോ? 10,000 ഇൻറ്റു 10 1 ലാക്ക്, 20,000 ഇൻറ്റു 10 2 ലാക്ക്, 30,000 ഇൻറ്റു 10 3 ലാക്ക്, 40,000 ഇൻറ്റു 10 4 ലാക്ക്. അങ്ങനെ പോകും. ഇനി നോക്കിയാൽ ഇവിടെ മാത്രം എന്താ ബോൾഡിൽ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. 50,000 അല്ലേ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഈ ടേബിൾ നന്നായിട്ട് മനസ്സിലായോ? അപ്പോൾ ടേബിൾ വരയ്ക്കുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ സെയിൽസ്. എപ്പോഴും ഔട്ട്പുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നായിരിക്കും. വേരിയബിൾ കോസ്റ്റ് അപ്പോൾ 0 തന്നെ ആയിരിക്കും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും കാണാം. നമുക്ക് ഔട്ട്പുട്ട് ഒന്നും ഇല്ല എങ്കിൽ പോലും അവിടെ എന്തുണ്ട്? ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെന്ന് ഓർക്കുക. സോ നോക്കി, ഇനി 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ബ്രേക്ക് ഈവൻ ചാർട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് വൈ ആക്സിസ്, എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുന്നു, വൈ ആക്സിസിൽ നമ്മൾ കോസ്റ്റ് ആൻഡ് സെയിൽസ് കാണിക്കുന്നു. നമുക്കറിയാം ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 10,000 വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നോക്കിയാൽ 10,000, 20,000, 30,000 അങ്ങനെ നമുക്ക് 1 ലാക്ക് വരെ. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ 1 ലാക്ക്, 2 ലാക്ക്, 3 ലാക്ക് അങ്ങനെ പറഞ്ഞാൽ പോവാണ് അല്ലേ? കോസ്റ്റ് ആൻഡ് സെയിൽസും അങ്ങനെ തന്നെ പോവാണ്. അപ്പോൾ നോക്കിക്കേ, ഇനി നമുക്ക് ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കണം. കാരണം ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും അല്ലേ? ഫിക്സഡ് കോസ്റ്റ് എത്ര വെച്ചിട്ടാണ്? നോക്കിക്കേ, ഫിക്സഡ് കോസ്റ്റ് എത്ര വെച്ചിട്ടാണ്? 2 ലാക്സ് വെച്ചിട്ടല്ലേ? അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? 2 ലാക്സ് എടുത്തങ്ങ് മാർക്ക് ചെയ്യാം അല്ലേ? കോസ്റ്റ് ആൻഡ് സെയിൽസ് അല്ലേ? അവിടെയല്ലേ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നോക്കിക്കേ, 2 ലാക്സ് അല്ലേ? അപ്പോൾ നോക്കി, നമ്മൾ 2 ലാക്സ് മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യമേ നമ്മൾ 2 ലാക്സ് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതായത് 10 വരെ കറക്റ്റായിട്ട് നമ്മൾ 2 ലാക്സ് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ടോട്ടൽ കോസ്റ്റ് ലൈൻ ആണ്. ടോട്ടൽ കോസ്റ്റ് കണ്ടോ നിങ്ങൾ? ടോട്ടൽ കോസ്റ്റ് എത്രയൊക്കെയാണ് പോകുന്നത്? 2 ലാക്സ്, 2,60,000, 3,20,000, 3,80,000, 4,40,000 കണ്ടോ? ഇനി നമ്മൾ അടുത്ത പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. സോ നോക്കിക്കേ, ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ഔട്ട്പുട്ട് 0യിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? 2 ലാക്സിൽ നിന്നാണ്. സോ 2 വരയ്ക്കുന്നു. നെക്സ്റ്റ് എത്രയാണ്? 2,60,000 അല്ലേ? 2,60,000 നോക്കിക്കേ, 2,60,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് അല്ലേ? 2,60,000, 2,60,000. പിന്നെ എന്താ പറയുന്നത്? 2,60,000 കഴിഞ്ഞിട്ട് അടുത്ത ഏതാണ്? 3,20,000, 3,20,000. അങ്ങനെ നമ്മൾ ഓരോന്നും പ്ലോട്ട് ചെയ്യാണ്. ഈ ഓരോന്ന് 3,20,000, 3,80,000, 4,40,000 ഇങ്ങനെ ഓരോന്നും പ്ലോട്ട് ചെയ്യാണ്. സോ നോക്കിയാൽ അങ്ങനെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത് പ്ലോട്ട് ചെയ്യേണ്ടത് ടോട്ടൽ സെയിൽസ് ആണ്. ആദ്യം നമ്മൾ എന്തായിരുന്നു പ്ലോട്ട് ചെയ്തത്? ഫിക്സഡ് കോസ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്തു. അതിനുശേഷം ടോട്ടൽ കോസ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്തു. ഇനി അടുത്ത 3ാമതാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. ടോട്ടൽ സെയിൽസ് ആദ്യം 0യിൽ നിന്നാണ് അല്ലേ? നോക്കിയേ, അപ്പോൾ നമ്മൾ 0യിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. 0. അതിനുശേഷമോ അതിനുശേഷം നോക്കിക്കേ, നമ്മൾ അങ്ങനെ 1 ലാക്ക് പ്ലോട്ട് ചെയ്യുന്നു, 2 ലാക്ക് പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു 5ന്റെ ഭാഗമായിട്ട് നോക്കിക്കേ, ഈ ഒരു കറക്റ്റ് 5ൽ വന്നിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓൾറെഡി നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? എത്രയാണ് നമുക്ക് കിട്ടിയത്? 50,000 ആണ് അല്ലേ? അപ്പോൾ അതായത് ഏകദേശം ഔട്ട്പുട്ടിൻ്റെ അവിടെ ആയിട്ട് 5 ആയിട്ട് വരും അല്ലേ? അപ്പോൾ നോക്കിക്കേ, 50,000 ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് ഡൗട്ടില്ലല്ലോ. ഇനി ശ്രദ്ധിച്ചേ, ഈ ഒരു പോയിന്റ് ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഈ ഒരു പോർഷൻ അല്ലേ? ഇനി നോക്കിക്കേ, ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മുകളിലോട്ടുള്ള ഭാഗം എന്താണ്? പ്രോഫിറ്റ് ഏരിയയാണ്. ഇനി ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് താഴോട്ടുള്ള ഏരിയ ലോസ് ഏരിയയാണ്. ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടി പറയാം. നോക്കിയേ, നമ്മുടെ ഈ ഒരു ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ സെയിൽസ് ലൈനും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലെ? കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്.
ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു 5-ന് ശേഷം കൊടുത്തിരിക്കുന്നത് ഭാഗം കണ്ടോ, അതായത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ആ ഒരു എക്സ് ആക്സിസ് നോക്കുക. 5 to 10 എന്ന് പറഞ്ഞതാണ് എന്തെന്ന് പറയുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം നമ്മൾ എന്താണ് വരച്ചത്, ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരച്ചു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ കോസ്റ്റ് ലൈൻ വരച്ചു. ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തത് 2 lakhs നിന്നാണ്. സോ നമ്മൾ 2 lakhs നിന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ വരച്ചു. അതിനുശേഷം നമുക്ക് ടോട്ടൽ സെയിൽസ് ലൈൻ ആണ് വരയ്ക്കാനുള്ളത്. ടോട്ടൽ സെയിൽസ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നാണ്, 0-ൽ നിന്നാണ്. സോ 0-ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 1 lakh 2 lakh അങ്ങനെ നമ്മൾ വരച്ചു. അങ്ങനെ വരച്ചപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ്, മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന് താഴോട്ടുള്ള ഭാഗം ലോസ് ഏരിയ, അതിന് മുകളിലോട്ടുള്ള ഭാഗം പ്രോഫിറ്റ് ഏരിയ. ഇത്രയും ക്ലിയർ ആണോ? അതിനുശേഷം പിന്നെ പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. എക്സ് ആക്സിസിൽ, അതായത് നമ്മുടെ ഈ ഒരു 5 ബ്രേക്ക് ഈവൻ പോയിന്റിന് ശേഷമുള്ള ആ ഒരു അത്രയും പോർഷൻസ് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്.